തോറ്റു തുടങ്ങുന്ന ദൈവത്തിൻ്റെ പോരാളികൾ പിന്നീട് ജയിച്ചു മുന്നേറുന്നതായിരുന്നു ചരിത്രം. എന്നാൽ ഇത്തവണ കഥ മാറി. ജയിച്ചു തുടങ്ങിയ മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ മൂന്നാം മത്സരത്തിലും തോറ്റു. വലിയ താരനിരയും കരുത്തുറ്റ പരിശീലക സംഘവും ഉണ്ടായിട്ടും മുംബൈ ഇന്ത്യൻസിന് നിലവാരം കാട്ടാൻ സാധിക്കുന്നില്ല. 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 2 പോയിന്റോടെ 8ാം സ്ഥാനത്തുള്ള മുംബൈക്ക് ഇനി പ്ലേ ഓഫിലെത്താൻ തുടർജയങ്ങൾ തന്നെ വേണം. പക്ഷേ പ്രധാന താരങ്ങളെല്ലാം ഫ്ലോപ്പ് ആകുന്നത് ടീമിന് തലവേദനയാവുകയാണ്. ഇത്തവണ മുംബൈ ഇന്ത്യൻസിനെ പിന്നോട്ടടിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മുംബൈ ഇന്ത്യൻസിൻ്റെ വജ്രായുധമെന്ന് വിശേഷിപ്പിക്കുന്ന താരമാണ് ജസ്പ്രീത് ബുംറ. ഏത് സാഹചര്യത്തിലും മത്സരത്തിൻ്റെ ഗതിമാറ്റാൻ കഴിവുള്ള ബുംറയുടെ ബൗളിംഗ് മുംബൈയെ സംബന്ധിച്ച് നിർണായകമാണ്. എന്നാൽ ഈ സീസണിൽ ബുംറ തീർത്തും നിരാശപ്പെടുത്തുകയാണ്. 4 മത്സരത്തിൽ നിന്ന് 1 വിക്കറ്റ് പോലും വീഴ്ത്താൻ ബുംറയ്ക്ക് സാധിച്ചിട്ടില്ല. 8.26 എന്ന മോശം ഇക്കോണമിയിലാണ് ബുംറ പന്തെറിയുന്നത്. ബുംറ മികവ് കാട്ടുന്നത് ഇത്തവണ മുംബൈക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്താൻ മിടുക്കുകാട്ടുന്ന ബൗളറാണ് ട്രെന്റ് ബോൾട്ട്. ഇടങ്കൈയൻ പേസറിൽ വലിയ പ്രതീക്ഷ മുംബൈക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ബോൾട്ടും നിരാശപ്പെടുത്തി. വിക്കറ്റ് വീഴ്ത്താൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, മോശം ഇക്കോണമിയിലാണ് താരവും പന്തെറിയുന്നത്. പേസ് നിര കളിക്കാവത്താണ് മുംബൈയുടെ പ്രധാന തിരിച്ചടികളിലൊന്ന്. ഇത്തവണത്തെ മിനി താരലേഖനത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മുംബൈയുടെ പ്രശ്നം സ്പിൻ നിരയിലായിരുന്നു. ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് സ്പിൻ ബൗളർമാർ കാഴ്ചവെക്കുന്നത്. മിച്ചൽ സാന്റർ, മയങ്ക് മാർക്കണ്ഡെ എന്നിവരെല്ലാം നന്നായി തല്ലുവാങ്ങുകയാണ്. പ്രതീക്ഷ പ്രകടനം നടത്താൻ സ്പിന്നർക്ക് സാധിക്കാത്തതും തലവേദനയാണ്. മികച്ച സ്പിന്നർമാരുടെ അഭാവം മുംബൈയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നിരയിൽ പേരുകേട്ട താരങ്ങൾ ഏറെയാണ്. എന്നാൽ ഇവരാരും സ്ഥിരതയോടെ കളിക്കുകയോ വലിയ സ്കോർ നേടുകയോ ചെയ്തിട്ടില്ലെന്നാണ് എടുത്തു പറയേണ്ടത്. രോഹിത് ശർമ്മയ്ക്ക് വെടിക്കെട്ട് തുടക്കം നൽകാൻ സാധിക്കുന്നില്ല. റിയാൻ റിക്കൽട്ടന്റെ സ്ഥിരതയും പ്രശ്നമാണ്. തിലക് വർമ്മ തീർത്തും നിരാശപ്പെടുത്തുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കാലം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വലിയ സ്കോറിലേക്ക് ഉയരാനോ പഴയതുപോലെ ഇമ്പാക്ട് സൃഷ്ടിക്കാനോ മുംബൈക്ക് സാധിക്കുന്നില്ല. ടീമിലെ സീനിയർ താരങ്ങൾ നിരാശപ്പെടുത്തുമ്പോൾ യുവതാരങ്ങൾക്കും അവസരത്തിനൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ മുംബൈ നിരാശപ്പെടുത്തുമ്പോൾ ടീമിന് വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോവുകയാണ്. ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് 18 റൺസാണ് മുംബൈ തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത RCB 4 വിക്കറ്റിന് 240 റൺസ് എടുത്തപ്പോൾ മുംബൈക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത RCB തുടക്കം മുതൽ ബാറ്റിംഗ് വെടിക്കെട്ടാണ് കാഴ്ചവെച്ചത്. വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും ചേർന്ന് 1ാം വിക്കറ്റിൽ 120 റൺസാണ് അടിച്ചു കൂട്ടിയത്. വിരാട് കോഹ്ലി വിക്കറ്റ് കാത്തു കളിച്ചപ്പോൾ സാൾട്ട് റൺസ് ഉയർത്തി. മുംബൈയുടെ പേരുകെട്ട ബൗളർമാരെല്ലാം തല്ലുവാങ്ങിയപ്പോൾ പവർ പ്ലേയിൽ വിക്കറ്റ് പോവാതെ 71 റൺസാണ് RCB നേടിയത്. തകർത്തടിച്ച സാൾട്ട് 36 പന്തിൽ 76 റൺസ് എടുത്ത് ആദ്യം പുറത്തായി. 6 വീതം 6ഉം 4ഉം ഉൾപ്പെടെ 216.66 സ്ട്രൈക്ക് റേറ്റിൽ മിന്നിച്ച സാൾട്ടിനെ ഷാർദുൽ താക്കൂറാണ് പുറത്താക്കിയത്. 3ാമനായി ക്രീസിലെത്തിയ രജത് പട്ടിദാർ ആദ്യ പന്ത് മുതൽ ആക്രമണം അഴിച്ചുവിട്ടു. മയങ്ക് മാർക്കണ്ഡയെ ഹാട്രിക് സിക്സുകൾ പറത്തിയ പട്ടിദാർ 17 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി. 20 പന്തിൽ 4 4ഉം 5 6ഉം ഉൾപ്പെടെ 53 റൺസ് എടുത്താണ് പട്ടിദാർ മടങ്ങിയത്. ഒരു വശത്ത് നങ്കൂരിട്ട് കളിച്ച വിരാട് കോഹ്ലി 38 പന്തിൽ 50 റൺസ് എടുത്താണ് മടങ്ങിയത്. 5 4ഉം 1 6ഉം നേടി മുന്നോട്ട് പോയ കോഹ്ലിയെ ഹാർദിക് പാണ്ഡ്യയാണ് മടക്കിയത്. ജിതേഷ് ശർമ്മയ്ക്ക് വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാനായില്ല. എന്നാൽ ടിം ഡേവിഡ് പ്രതീക്ഷ കാത്തു. 16 പന്തിൽ 2 4ഉം 3 6ഉം ഉൾപ്പെടെ 34 റൺസോടെ ഡേവിഡ് പുറത്താവാതെ നിന്നു. ഇതോടെ 20 ഓവറിൽ 4 വിക്കറ്റിന് 240 എന്ന കൂറ്റം സ്കോറിലേക്ക് എത്താൻ RCBക്കായി. മുംബൈക്കായി ട്രെന്റ് ബോൾട്ട്, ഹാർദിക് പാണ്ഡ്യ, മിച്ചൽ സാന്റർ, ഷാർദുൽ താക്കൂർ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടിക്കിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത്. എന്നാൽ നന്നായി പോകവേ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റു. 13 പന്തിൽ 2 4ഉം 1 6ഉം ഉൾപ്പെടെ 19 റൺസ് എടുത്ത രോഹിത് റിട്ടയർഡ് ഹർട്ടായതോടെ മുംബൈയുടെ താളം തെറ്റി. 22 പന്തിൽ 37 റൺസ് നേടിയ റിയാൽ റിക്കൽട്ടനെ സുരേഷ് ശർമ്മ പുറത്താക്കി. തിലക് വർമ്മയ്ക്ക് 1 റൺസ് മാത്രമാണ് നേടാനായത്. സുരേഷ് ശർമ്മയാണ് ഒരു ഓവറിൽ റിക്കൽട്ടനെയും തിലകിനെയും പുറത്താക്കിയത്. സൂര്യകുമാർ യാദവ് പ്രതീക്ഷ നൽകിയെങ്കിലും മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിലേക്ക് എത്താനായില്ല. 22 പന്തിൽ 33 റൺസാണ് സൂര്യക്ക് നേടാനായത്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 6 4ഉം 1 6ഉം ഉൾപ്പെടെ 40 റൺസ് എടുത്താണ് മടങ്ങിയത്. നമാന്തിർ 1 റൺസുമായി പുറത്തായതോടെ മുംബൈ തോൽവി ഉറപ്പിച്ചു. ഷെഫ്ലൻ റുദർഫോർഡ് 31 പന്തിൽ 1 4ഉം 9 6ഉം ഉൾപ്പെടെ 71 റൺസോടെ പുറത്താവാതെ നിന്നെങ്കിലും മുംബൈയെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല.